ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നത് 3 ഇരട്ടി. 470 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ചില്ലറ വില. തേങ്ങയ്ക്ക് വില കൂടിയതോടെ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നത് കുടുംബ ബജറ്റിനെയും താളം തെറ്റിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ ഒഴിവാക്കാൻ സാധിക്കില്ല, ഒപ്പം തേങ്ങയും. ഇങ്ങനെ പോയാൽ, ഇങ്ങനെ വില കൂടിയാൽ എന്ത് ചെയ്യും ജിജീഷ്? രാഗി പറഞ്ഞതുപോലെ തന്നെയാണ് ആളുകളുടെ സംസാര വിഷയം തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ വിലയാണ്. നാലാൾ കൂടുന്നിടത്തെല്ലാം പരസ്പരം സംസാരിക്കുന്നത് വെളിച്ചെണ്ണ വില ഇങ്ങനെ പോയാൽ നമ്മളിനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് പരസ്പരം. ആർക്കും അതിനൊരു ഉത്തരമില്ല. അതിന് ഉത്തരം നൽകേണ്ടത് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളാണ്. കേരഫെഡാണ് വില കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു ഭാഗത്ത് അവശ്യ സാധനങ്ങൾക്കെല്ലാം സംസ്ഥാനത്ത് വില കുതിച്ചുയരുന്നു. സാധാരണക്കാരൻ്റെ ബഡ്ജറ്റുകളെല്ലാം തന്നെ താളം തെറ്റുന്ന വിധത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് വെളിച്ചെണ്ണ വില. കുറഞ്ഞ കാലത്തിനിടയിൽ പല മടങ്ങാണ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചിട്ടുള്ളത്. മെയ് മാസം അത് 300 രൂപയിൽ നിന്നിരുന്ന വെളിച്ചെണ്ണ വിലയാണ് ഇപ്പോൾ 470, 450 ആകുന്നു. 470-ലും 400 കടന്ന് അങ്ങോട്ട് കുതിച്ച് പിന്നീട് അങ്ങോട്ട് കുതിക്കുകയായിരുന്നു. മാത്രമല്ല, ഇനി വരാൻ പോകുന്നത് ഓണക്കാലമാണ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വിപണി വലിയ തോതിൽ വർദ്ധിക്കും, ആവശ്യം വർദ്ധിക്കും. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ഓണത്തിന് മാത്രമല്ല, എല്ലാ വീട്ടാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ പാചകത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റൊരു പാചക എണ്ണയെക്കുറിച്ച് മലയാളി സാധാരണ നിലയിൽ ആലോചിക്കാറില്ല. ബഡ്ജറ്റുകൾ താളം തെറ്റുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ബഡ്ജറ്റുകൾ പിടിച്ചു നിർത്തേണ്ട സാഹചര്യത്തിലാണ് പലപ്പോഴും സൺഫ്ലവർ ഓയിലാണെങ്കിലും പാം ഓയിലാണെങ്കിലും അങ്ങനെ മറ്റ് ബദൽ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കാറുള്ളത്. എന്നാൽ അതിനും ഇപ്പോൾ വില വർദ്ധിക്കുന്ന സാഹചര്യം. ആവശ്യക്കാർ വർദ്ധിച്ചു വരുന്നു. കടകളിലെല്ലാം തന്നെ വെളിച്ചെണ്ണ മാറ്റി പാം ഓയിലിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കുമെല്ലാം തന്നെ അവർ മാറിക്കഴിഞ്ഞു. വില വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്നു. കാരണം ചിപ്സ് വറക്കുന്നതിനടക്കം ചിലവ് കൂടിയിട്ടുണ്ട്. അത് ആളുകൾ വാങ്ങാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാർ അതിൻ്റെ വില വർദ്ധിപ്പിച്ചു. ഇനി വെളിച്ചെണ്ണ വില ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതിൻ്റെ എല്ലാം വില കുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ബഡ്ജറ്റുകളെല്ലാം തന്നെ താളം തെറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രതികരണങ്ങളായി പറയുന്ന ആളുകളടക്കം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണ വില തങ്ങളെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണ വില ഈ വിധം പോയി കഴിഞ്ഞാൽ തേങ്ങയും വെളിച്ചെണ്ണയും ഒഴിവാക്കിക്കൊണ്ട് അടുക്കള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പാചകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഭക്ഷണകാര്യം അല്ലെങ്കിൽ വിശപ്പകറ്റാനുള്ള മാർഗങ്ങളെല്ലാം അവിടെ തടസ്സപ്പെടുന്നു എന്ന് തന്നെ ആളുകൾ പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും കഴിയുന്നില്ല എന്നതാണ് അതിലേറ്റവും വലിയ വിരോധാഭാസവും വീഴ്ചയുമായി നിലനിൽക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ വില വർദ്ധിച്ചു വരുന്ന കാണുന്ന സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഒരു ഭാഗത്ത് കൃഷിയിലേക്ക് ആളുകൾ കൂടുതലായി തിരിയുന്നു, അങ്ങനെ ഒരു ഗുണം ഒരു ഭാഗത്തുണ്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വെളിച്ചെണ്ണ വില അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് എങ്ങനെ കഴിയും? ഈ തുടർന്ന് 600 രൂപ വരെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. 300, 400, 500 ആവാൻ അധിക ദിവസങ്ങൾ വേണ്ട. അത് 600 വരെ എത്തുമെന്ന കാര്യമാണ് ഇത് ഈ വ്യാപാരികളടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ബദൽ മാർഗങ്ങൾ ആലോചിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ BPL കാർഡ് ഉടമകൾക്ക് വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നെല്ലാം സർക്കാർ വ്യക്തമാക്കുന്ന അതേ ഘട്ടത്തിൽ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെല്ലാം വലിയ തോതിൽ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വെളിച്ചെണ്ണ വില ഈ രീതിയിൽ കുതിക്കുമ്പോൾ അത് തടയാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സാധാരണക്കാരെ രക്ഷിക്കുന്ന, സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത സർക്കാരിനുമുണ്ട്. രാഗി, ജിജീഷ്, തേങ്ങയ്ക്ക് കൂടി വില കൂടിയതോടെ വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. 400 കടന്ന് 470 രൂപയായി 500ലേക്ക് കുതിക്കുമെന്ന് ജിജീഷ് പറയുന്നുണ്ട്. അത് 600 ചേരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ കുടുംബ ബജറ്റൊക്കെ താളം തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയും വില വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ അല്പമൊന്ന് ആശങ്കപ്പെടേണ്ട സ്ഥിതി തന്നെയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.